ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ബിൽഡിംഗ് ഗേസ്. ഗായ്സ്, നമ്മുടെ വീഡിയോയ്ക്ക് 5.3K വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു സപ്പോർട്ടും ഇല്ല. ഞങ്ങൾക്ക് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ കൂടെ നിൽക്കണം. ലൈക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഇപ്പം തന്നെ പോയി ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ചലഞ്ച് വീഡിയോ ആണ്. നമ്മുടെ ചലഞ്ചിൻ്റെ പേര് വന്നിട്ട് ചൂസ് ദി ഐറ്റം ആൻഡ് നെയിം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബൗളിൽ കുറെ ഐറ്റംസിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഐറ്റംസിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഐറ്റംസിൽ ഒരു ലോട്ട് എടുത്തിട്ട് ആ ലോട്ട് ഇപ്പോൾ ഒരു ഐറ്റം ഉണ്ടാവുമല്ലോ, ആ ലോട്ട് എടുത്തത് ഒരു ഐറ്റം ആയിരിക്കും. ആ ഐറ്റം ആരാണോ കഴിക്കേണ്ടത് അവന്റെ രണ്ടാളുടെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് ഒന്ന് എടുക്കും. അപ്പോൾ ഞങ്ങൾ ഒരാളുടെ പേര് വരുള്ളൂ. അവര് എന്താണോ ഐറ്റം വന്നത് അത് കഴിക്കണം. അത് വിയേർഡായാലും നല്ലതായാലും. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. കുളിക്കുന്നു ഈ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത്. ഇതിൽ ഫുഡ് ഉണ്ടാവും. പറഞ്ഞത് മനസ്സിലായി. നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ അറിയും. ഫസ്റ്റിനെ സാധിച്ചാണ് വന്നിരിക്കുന്നത്. ഇതാരെ കഴിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊന്ന് ഞാൻ അതാരാ കഴിക്കുന്നത് നമുക്ക് ഈ ലോട്ടിലെടുത്തിട്ട് ഞാൻ അതിൻ്റെ പേരിട്ടിട്ടുണ്ട്. എടുത്തോ. 30 ആരാണ്? അവളുടെ പേര് തന്നെ കറക്റ്റ് എടുത്തിട്ടുണ്ട്. ഉപ്പിരുന്ന ഊമയാവും. അതുകൊണ്ട് ഞാൻ ഉപ്പ് ഉപേക്ഷിക്കും. അത് ഇവിടെ ഭയങ്കര എന്താ ഓരോ സംഭവങ്ങള്. ഞാൻ ഉപ്പ് തിന്നും. തിന്നാണ്ട് വേറെ വഴിയൊന്നും ഇല്ലല്ലോ. എനിക്ക് വേണ്ട. ഉപ്പ് കാണിച്ചെടുക്ക്. ഇതാ നമ്മുടെ ഉപ്പ്. ഇത് ഇത്തിരി കഴിച്ചാൽ മതി. ഇത്തിരി കഴിച്ചാൽ പോലെ ഇത്തിരി ഒന്നും കഴിച്ചാൽ പോലെ അവർ സ്കൂളിൽ വയ്ക്കണം. കഴിക്കും. ഉപ്പ് കഴിച്ചാൽ നമുക്ക് ബി പി കൂടും. അത് നമുക്കിത് ഉപേക്ഷിക്കും. അത് കഴിക്കുന്നില്ല. നല്ല ഉപ്പായിരുന്നു. അടുത്ത് നമുക്ക് പോവാം. അടുത്തേക്ക് പോവാം. നല്ലത് വന്നിട്ട് അത് എനിക്ക് കിട്ടണേ. ഞാൻ ഉപ്പൊന്നും എനിക്ക് വേണം. ലെമണാണല്ലോ. അത് നമുക്ക് ആർക്കും നോക്കാം. ഞാൻ എടുക്കണ്ടേ? അവളോട് പേരൊന്നും എടുക്കണേ. എനിക്കറിയില്ല. നോക്ക്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതല്ല ഞാൻ തന്നെ തിന്നണം പറഞ്ഞത്. അതിനൊക്കെ വീട് എനിക്കൊക്കെ നല്ലത്. നന്നായി കുളിക്കണം. അവള് കുളിക്കുക. ശരി, ആര് നീയാ കുളിക്കരുത്. അങ്ങനെ എടുത്ത് വാങ്ങിട്ടാ. നീ തീർന്നടാ. നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. നീ തീർന്നടാ. നീ തീർന്നു. പക്ഷേ അതൊന്നും കാണിക്കാം. കഴിച്ചു മതി. ഫുള്ളും കഴിച്ചിരിക്കും. ഫുള്ളും ഞാൻ നല്ല കുട്ടിയാണ്, സത്യസന്ധതയാണ്. ശരി, നമുക്ക് അടുത്തേക്ക് പോവാം. ഇത് ശരിയല്ല കേട്ടോ. ഇത് നേരെ ഞാൻ മറക്കും. വീടൊക്കെ നിക്കി പറഞ്ഞതാണ്. അത് നമുക്ക് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ എന്തോ ഒരു എടുക്ക്. നീ എടുക്കണ്ട്. നല്ലതൊന്നും എനിക്ക് കിട്ടില്ല, ഉറപ്പിച്ച്. ടീച്ചർ അത് എനിക്ക് അങ്ങനെ നല്ലതായിരിക്കും. അതിന് വീടായിരിക്കും. ഞാൻ തുറന്നേരി നോക്കിട്ട് ജ്യൂസ് അത് കാണുന്നില്ല. ഞാൻ ജ്യൂസൊക്കെ വരച്ചിട്ടുണ്ട്. മെഴുകുതിരി അതാണ് ഇവിടെ ഹൈലൈറ്റ്. വേറെ എല്ലാത്തിനും വരച്ചിട്ടുണ്ട്. ജ്യൂസ് ഞാൻ വിളിക്കട്ടെ. അതുകൊണ്ട് ജ്യൂസ് എടുക്കണം. എനിക്ക് കിട്ടില്ല, ഉറപ്പ്. കാണിച്ചൊക്കെ എടുക്കുമ്പോളെ കണ്ട നോക്കണ്ട. ഫ്രിഡ്ജ് വെച്ചിട്ട് എടുത്തായിരുന്നു. നല്ല തുറക്കുന്നുണ്ട്. അത് തുറക്കാൻ എടുക്കുന്നില്ല. തുറന്നു വഴി ഞാൻ തുറന്നില്ല. തുറക്കുന്ന പ്രശ്നം തുറന്നു. 2 വീട് കിട്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്.
അങ്ങനെ തരും എനിക്ക് തോന്നുന്നുണ്ടോ? കാണിച്ചു ഞാൻ കുടിച്ചു തരാം. കഴിക്കാം. കഴിച്ചോ? നമുക്ക് ജ്യൂസ് കുടിക്കാനല്ലേ? കുടിച്ചു തരാം. ജ്യൂസ് തന്നെയല്ലേ? മതി മതി. അടുത്തേക്ക് പോവാം. നല്ലത് കിട്ടുമോ? ഇല്ല. ഇതൊക്കെ മേലേക്ക് ആക്കി ഗൈസ്. നമുക്ക് കൊണ്ടുവരത്തേക്ക് കൈപ്പയ്ക്കാണ് അങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഇതെന്നെ കൂടെ കഴിക്കാൻ പറഞ്ഞത്. നന്നായിട്ട് ഞാൻ കഴിക്കട്ടെ. നീ എന്നെ എടുക്കണ്ടത്. ഇതിവിടെ ഒട്ടിരിക്കുന്നു കേട്ടോ. എടുക്കട്ടെ. നേരെ മറക്ക്. നിൽക്കട്ടാ നിൽക്കട്ടാ. ഞാൻ ഒരു കണ്ണടച്ചിട്ടെടുക്ക് കണ്ണടച്ചിട്ടെടുക്ക്. ശരി. ആ കണ്ണടക്കി മതി. എനിക്ക് നല്ല പേടിയുണ്ട്. എനിക്ക് കൈപ്പൊക്കെ ഇത്തിരി ഇഷ്ടമില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഇഷ്ടമായിട്ട് അങ്ങനെ ഞാൻ തിന്നത്. നിങ്ങൾ കത്തോളി. കളിക്കില്ല കളിക്കില്ല. പമ്പ്ലാനുമായ മുഖത്തേക്കൊന്ന് നോക്കിയേ. എന്താ നല്ല തന്നില്ലേ? സൂപ്പറായിട്ടുണ്ട്. ഇത് ഞാൻ കഴിച്ചേക്ക്. ആ ഒരു ബിസ്ക്കറ്റ് ഉണ്ട് ഇപ്പൊ തന്നെ. അതൊക്കെ എനിക്കുള്ളത്. ഓരോ ബിസ്ക്കറ്റും എല്ലാം എനിക്കുള്ളത്. കഴിക്കണം. കുരുന്ന് ചോദിച്ച് തിന്നണ്ട. പിന്നെ കയ്പയ്ക്ക് നല്ല മധുരം ആയിരിക്കും. നിങ്ങളുടെ അവിടെ മധുരം ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. ഞങ്ങളുടെ ഇടയ്ക്ക് കശപ്പാണ്. അതിൻ്റെ അവിടെ കശപ്പൊക്കെ തന്നെ. തിന്നോളൂ. വേഗം തിന്നവിടെ. ഞാൻ എൻ്റെ ഉള്ളിൽ കുടിക്കാറുണ്ട്. അപ്പൊ ഇവിടെ തിന്നാൻ പറയണം. എന്റെ ജ്യൂസ് ഇപ്പോഴും കൂടി നമുക്ക് കുടിച്ചു കുറച്ചും കൂടെ കുടിക്കാം. ഇതൊക്കെ ശരിയല്ലട്ടാ. തങ്ങളുടെ വികാരമായ ആ മനസ്സിൽ വന്ന അല്ലെങ്കിൽ ആ വായിൽ വന്ന ഇത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. നല്ല കശപ്പൊന്നും ഇങ്ങനെ മധുരം വരില്ലല്ലോ. ശരി, നമുക്ക് അടുത്തേക്ക് പോവാം. ആർക്കാണ് കിട്ടുന്നത്? ആ നിൽക്കുക. നേരെ മറക്കി വെക്കണം. ഈ ഗ്ലാസ് ശരിയില്ല. ഇപ്പോഴെന്തോ ഇവിടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അതാ ഞാൻ ആരോഗ്യക്ക് നോക്കണം. ആരെടുക്കണ്ടേ? അല്ല ഞാൻ അല്ല നീ നല്ലതാണെങ്കിൽ മാത്രം എനിക്ക്. ഇപ്പൊ വിയേർഡായിട്ടുള്ള പകുതിയും അതിനെ നമ്മുടെ എന്തൊക്കെ കഴിച്ചെന്ന് പറയാം. ഉപ്പ് കപ്പയ്ക്ക പിന്നെന്തോന്ന് കഴിച്ചില്ലേ? നാരങ്ങ. നാരങ്ങ നല്ലതൊക്കെ. കപ്പയ്ക്ക നല്ലതാണ്. കഴിക്കുന്നത് ഉച്ചക്കൊന്ന് കഴിക്കും. എനിക്ക് വേണ്ട. എനിക്ക് വേണ്ട. എടുത്തിട്ടുണ്ട്. അത് എനിക്കും ഈ ചില്ലിക്ക് നല്ല പ്രത്യേകത. കാന്താരി മുളകാണ്. കാന്താരി മുളകാണ്. ഇവിടെ ഏത് മുളകാണ് ഇപ്പൊ എടുത്തിട്ട് വന്നിരിക്കുന്നത്? കാന്താരി മുളകാണ്. നല്ല കാന്താരി മുളക്. നല്ല എരിവുണ്ട്. ഇതെനിക്ക് നന്നായിട്ട് അറിയാം. ഇതെനിക്ക് തന്നെ കിട്ടും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് ഒരിക്കലും അസപ്റ്റ്. എനിക്ക് കണ്ണിൽ കൂടെ ഒക്കെ വെള്ളം വരും. ഞാൻ കണ്ണടച്ചെടുക്കാം. അതാ നിനക്ക് ഞാൻ വിളിക്കത്തരാം. നീ കുളിക്കോ? ഞാൻ എടുക്കാം. എനിക്ക് നല്ല ഉറക്കുണ്ട്. നീ എടുക്കണ്ടേ? നീ എടുത്തൊക്കെ എനിക്ക് നല്ലതാണല്ലോ. എനിക്ക് കിട്ടുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്കത് കഴിക്കാൻ പറ്റില്ല. ഞാൻ ഉപ്പ് കഴിച്ചു, കപ്പയ്ക്ക കഴിച്ചു, പിന്നെന്താ നാരങ്ങ കഴിച്ചു. അടുത്ത വീഡിയോ അടുത്ത വീഡിയോ നമ്മൾ കാണില്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.
അശ്വതി മുളക് കഴിച്ചിട്ട് നമുക്ക് പോകുള്ളൂ. നമുക്ക് അശ്വതിക്ക് 3 മുളക് കൊടുക്കാം. പിന്നെ എനിക്ക് ഒരു മുളക് ഞാൻ അവിടെ കഴിക്കില്ല. ശരി, 1 മുളക് കിട്ടാം. നീ കാന്താരി മുളക് മതി. വലുത് നോക്കി കൊടുക്കാം ഗൈസ്. എരിവില്ലാത്ത ഞാൻ എടുക്കും. എല്ലാ മുളകിനും എരിവുണ്ട്. അത് അവള് 2 കഴിക്കാൻ വേണം. അത് കാണിച്ചപ്പോ നമുക്ക് നേരെ നന്നായിരിക്കാം. ഇത് ശരിക്കും കണ്ടുകളുണ്ട്. എന്തൊക്കെ പേടിയാവും. മുളക് മുളകൊന്നുമില്ല കഴിക്കാം. കഴിക്ക്. ഉപ്പാണ്. ഉപ്പൊക്കെ കൊടുക്കാം. ഇതൊന്നും ഇല്ല അതില്. ഞാൻ വെറുതെ പറഞ്ഞു തന്നൊക്കെ തിന്നെ. നമുക്ക് കുറച്ച് ഇത് കൊടുക്കാനാണ്. നല്ല എരിവുണ്ട് കാരണം. നമ്മൾ വരുന്നത് കുറച്ച് കാന്താരി മുളയ്ക്കുക. ഞാൻ ശരിക്കും കഴിക്കണം. വെറുതെ കണ്ണിക്കൊള്ളണം. കണ്ണിക്കൂടെ വെള്ളം വന്നാൽ മതി. ഇവിടെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. അല്ലെങ്കിൽ ഇവിടെ തിരിച്ച കണ്ണിക്കൊള്ളണം വരും. കഴിക്കൂടെ കുറച്ചും കൂടെ ഉപ്പ് എടുക്കട്ടെ കേട്ടോ. അത് അങ്ങനെ വായിൽ കൊട്ടില്ല. വേണ്ട, വേഗം സമയമില്ല. മുക്കി റോളാക്കണം. മഴ കഴിച്ച കഴിച്ചപ്പോ അച്ഛതി ഇറങ്ങി ഓടിയിട്ടുണ്ട്. എനിക്ക് ചെയ്തോട് ഫുള്ള് എരിയണു. പിന്നെ മുളകിന് എരിവിന് അടിക്കുക. എനിക്ക് കപ്പയ്ക്കല്ലേ കിട്ടിയുള്ളൂ. കപ്പയ്ക്ക് കശപ്പാണ്. പക്ഷെ ഈ മുളക് പറഞ്ഞാൽ നല്ല എരിവാണ്. 2 ഗ്ലാസ് വെള്ളം കുടിച്ചോണ്ട് ശരി അടുപ്പിലേക്ക് പോവാ. കുറച്ച് ഉപ്പ് വയ്ക്കട്ടെ. ഇതൊന്നും ഇല്ല കേട്ടോ. നമ്മളൊക്കെ മധുരം കഴിക്കുള്ളൂ, ഉപ്പ് കഴിക്കാം. ശരി, നെക്സ്റ്റ്. എനിക്ക് അപ്പഴേ ഇപ്പൊ കിട്ടിയുള്ളൂ. എനിക്കിത് വേണ്ട പ്ലീസ്. എനിക്കൊക്കെ കിട്ടട്ടെ. എന്താണ് തൈര് 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 അസരിക്ക് കേടാണ്. എനിക്ക് പറഞ്ഞിട്ട് കാര്യം. ശരി, അപ്പം നമുക്ക് ആർക്കാണ് കേട് നിൽക്കുക? എനിക്കിവിടെ കേട് തീരൊന്നുമില്ല. ഞാൻ കൊടുക്കും. എനിക്ക് ഫുഡിൻ്റെ കൂടെ എന്താണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോലും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. നമ്മളൊന്നും കഴിക്കില്ല ഗൈസ്. നമ്മൾക്ക് ഇതൊന്നും ഒരു ബുദ്ധിയില്ല. നമ്മൾക്കായിരുന്നു വേണ്ടത്. പക്ഷെ അത് എൻ്റെ തിരക്കന്നെ വെച്ചിരിക്കും. ഇപ്പോഴും കുടിക്കണം. കണ്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് പിന്നെ കശപ്പില്ല, പുളിപ്പ് അത്ര പുളിപ്പൊന്നും ഉണ്ടാവില്ല വിചാരിക്കും. കുടിക്കാം. ഉപ്പും പുളി ഒന്നും ഇട്ടാത്തൊരു വെറും തൈരാണ് കേട്ടോ. ഉപ്പിട്ടിട്ടില്ലാതെ അപ്പം എനിക്ക് ഇഷ്ടമല്ല. എന്നാൽ നമ്മൾ ഇതാണ് കഴിക്കാം. ഒട്ടും ഉപ്പില്ലടി. പിന്നെ ഉപ്പിട്ടിട്ടുള്ള ഒട്ടും ഉപ്പിട്ടിട്ടുള്ള ഓല ഉപ്പില്ലാതെ സ്പൂൺ കഴിച്ചാൽ പറ്റും. എനിക്ക് ഇവിടെ കഴിയണു. ആരുടെ അടുത്താ ചോദിക്കണം? നമ്മൾ എന്താ പറയുക? ഒരു സ്പൂണൊന്നും പോരാ. ഇത് തൈര് തന്നെയല്ലേ, മുളകല്ലോ. മുളകം എനിക്ക് ഒന്ന് ഫുള്ളായിട്ട് അങ്ങനെ കാര്യം വിട്ടു. അതും കാന്താരി മുളക് ഒരു ദൈന ചേച്ചല്ല. അതൊക്കെ ചേച്ചിട്ട് ഞാൻ തേയ പോലും ഇല്ലാണ്ട് അതാണ് ഉദ്ദേശിച്ചത്. കഴിക്കുന്നത് എത്ര സ്പൂണായി? മതി. അടുത്തത് ഇനി നമുക്ക് കുറച്ച് ഐറ്റം ഉള്ളൂ. നമുക്ക് നല്ല ഐറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഐസ്ക്രീം ഉണ്ട്. ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ച ഒരു ചാലഞ്ച് ആയതുകൊണ്ട് അധികം ഞങ്ങൾ ഫുഡൊന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല. നല്ല നൂഡിൽസൊക്കെ ചെയ്യാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഒന്നിനും പറ്റില്ല. ഓ ഇതെന്താണ് എല്ലാം വീടാണ്. പുളി അത് ഞാൻ വരച്ച് വെച്ചിരിക്കണ്ട. വേറെന്താ പുളി? ശരി, പുളി എന്ന് പറഞ്ഞാൽ പുളി വെള്ളം ഇട്ടാ ഇതിന് കഴിക്കുന്നില്ലേ? ഇതാണ് നമ്മുടെ പുളി. കണ്ട കടത്തെ പോലെ ഇരിക്കുമെങ്കിലും കട്ടയ്ക്ക് പുളി വെച്ചിട്ട് അങ്ങനെ ഒരുമാതിരി നല്ല പുളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ആരെ കഴിക്കാൻ നോക്കാം. പുളിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടും അതിൻ്റെ ഒരു ഇത് പോണില്ല. ശരി, നമുക്ക് ഞാൻ തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു ധൈര്യമാണ്. ഞാൻ അപ്പോഴും പറഞ്ഞു ഒത്തിരി പുളി മതി. അവൾക്ക് നിറയെ പുളി അങ്ങോട്ട് ഇട്ട് കഴിക്കണം. എനിക്ക് എരിയുണ്ട്, വേഗം പറഞ്ഞു എടുക്കാം. കുളിക്കരുത് കണ്ടോ? ഇനി ഞാൻ നോക്കണ്ട. കളിക്കുമ്പോഴേ എനിക്കറിയായിരുന്നു ഇത് എന്നെ കിട്ടുന്നു. ഞാൻ അപ്പം തന്നെ പറഞ്ഞു കളിക്കുമ്പോൾ എനിക്ക് എന്നെ ആയിരിക്കുന്നത്. അമ്മ ആദ്യം പുളി ഇത്രയൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ടുണ്ട് ആ ചെറിയൊരു ഗ്ലാസ്. നമുക്ക് കട്ടൻ ചായ പോലെ ഉണ്ട്. അപ്പോൾ സമയം വൈകിക്കാണ്ട് നമുക്ക് ദൗത്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പളേ മുളക് പുളിൻ്റെ വെള്ളം. അപ്പം ഞാൻ കുറച്ച് കഠിനമായിട്ടുള്ളത് കഴിച്ചു. ഉപ്പ് അതും 1 സ്പൂണ് നിറച്ചു.
ഇത് 3 സ്പൂണെങ്കിലും ശരി അപ്പൊ അടുത്ത വീട്ടിലേക്ക് പോകാം. വേഗം ഇവിടെ വെള്ളം കുടിക്കാൻ തമ്മിൽ ആകെ 2 ഗ്ലാസ് വെള്ളം നമ്മൾ കുടിച്ചോളൂ. അതുപോലെ അതിന് ഞാൻ ഇവിടുത്തെ ഒരു പച്ചമുളക് 2 ഗ്ലാസ് വെള്ളം ഉപ്പ് മുക്കി കഴിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുത്തു. അത് അതെനിക്ക് അവിടെ എത്തിയിട്ടില്ല എന്നിട്ട് അത് എന്റെ കുറ്റമല്ല. എനിക്കത് കാണാൻ ബന്ധം ഇത് അമ്മാതിരി കട്ടിയുണ്ട് നമ്മുടെ നല്ല പുളിയുണ്ട്. എങ്ങനെയുണ്ട്? കുറച്ച് പഞ്ചസാര ഉപ്പൊക്കെ ഇട്ടാണെങ്കിൽ ഉപ്പുണ്ട്. ജ്യൂസൊക്കെ ഉണ്ടാക്കും ഉപ്പ് വെച്ചിട്ട്. പ്രത്യേകിച്ച് ഞാൻ ഉണ്ടാക്കി തരാം. എത്ര സ്പൂൺ വേണം? 3 സ്പൂണില്ലേ? നിറച്ച് മുടി മാറ്റില്ലേ മുടി കൊടുത്തി ഒരു വികാരമില്ലല്ലോ അതിന്റെ മുഖത്ത്. അത് മാറ്റി. നെക്സ്റ്റ് ഞാൻ എനിക്ക് നല്ലതൊന്നും കിട്ടില്ല, അതാണ് എൻ്റെ ഭാഗ്യം. അവൾക്ക് ആവേശം ഇത്ര നേരമായിട്ട് ഒരു നല്ല സാധനം പേര് വന്നത്. എനിക്ക് നല്ല സാധനം ഒന്നും കിട്ടിയില്ല. ഇവൾക്ക് ജ്യൂസ് കിട്ടിയില്ല. കുറച്ച് വെറൈറ്റി ആയിട്ട് എനിക്ക് എന്തെങ്കിലും തരുമോ? അവിടെ എൻ്റെ മൂക്ക് പതിനൊക്കെ അമ്മ എന്തിരി കുലുക്കണം നമ്മൾ മറ്റേ കുലുക്കിട്ട് സംഭവം കുലുക്കി സർബത്ത്. അപ്പം ഫസ്റ്റ് കഴിഞ്ഞാൽ അവള് ഒരു ജോലി അല്ലെങ്കിൽ കുലുക്കി സർബത്ത് രണ്ടും കൂടെ ഓഫായിട്ട് അതൊന്ന് മാറ്റട്ടെ. ഇതെന്താ ഇങ്ങനെ വെച്ചിരിക്കണേ? ഞാൻ വെച്ചതല്ല. ഇല്ല ഞാൻ അപ്പഴേ എടുത്ത്. എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു. ഞാൻ കുറെ കഴിച്ചു ഗേൾസ്. എനിക്ക് ഞാൻ ഈ കളിക്കില്ല. ഞാൻ അപ്പഴേ പറഞ്ഞാണ് ഈ കളിക്ക് ഞാനില്ല. പക്ഷെ എനിക്ക് ഈ കളി ഇപ്പം എനിക്ക് ഐസ്ക്രീമും കിട്ടിയാൽ മതി. ഐസ്ക്രീമും മതി. വേണോ? ശരിയുണ്ട് ശരിയുണ്ട്. എനിക്ക് ആ എരിച്ചിട്ട് മാറുന്നു. ഇവിടെ കരിയുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. വേണം ആ ഇതിപ്പോൾ വേണ്ട അപ്പം കൊടുക്കില്ല. അല്ലെങ്കിൽ അങ്ങനെ ആരും തരും. ആ തരും തരും. ഇതൊക്കെ വേഗം കഴിഞ്ഞു. ഒന്നും പറയാനില്ല ചോദിക്കാൻ. ചോദിച്ചു വേണം. ഇനി വെറും കുറച്ച് ഫുഡ് മാത്രമാണ് നമുക്കുള്ളത്. വെറും 4 വിയർഡായിട്ടുള്ളത് എന്തൊക്കെ കഴിഞ്ഞു? തൈര് കഴിഞ്ഞു, ഉപ്പ് കഴിഞ്ഞു, നാരങ്ങ കഴിഞ്ഞു, വിയർഡായിട്ടുള്ള എല്ലാം കഴിഞ്ഞു. കപ്പയ്ക്ക് കഴിഞ്ഞു, പുളി കഴിഞ്ഞു, മുളക് കഴിഞ്ഞു. അതാണ് മെയിനായിട്ട്. പിന്നെ ആദ്യം നല്ലത് ഉള്ളത് ഇപ്പം മഞ്ചും ജ്യൂസും മാത്രമാണ്. എനിക്കൊരു നല്ല കിട്ടി, ഇവൾക്കൊരു നല്ല കിട്ടി. എനിക്ക് കുറേ വീട് കിട്ടി അവൾക്ക്. ഓക്കെ അപ്പം നമുക്ക് ഞാൻ നീബിളെടുക്കാം. ഇനി വിയർഡൊന്നും ഇല്ലല്ലോ? ഇല്ല, ധൈര്യത്തിലെടുക്കാം. ചിലപ്പോൾ ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഇല്ല അപ്പോൾ അത് എനിക്കില്ലല്ലേ? സ്വയം കിട്ടും. ഇത് ഞാൻ എടുക്കാം. ഞാൻ നിൽക്കുന്നു പോയി കുറിക്കി തരാം. അവൾക്ക് എന്നെ വിശ്വാസമില്ല. കളതരം ഒന്നും ചെയ്തിട്ടില്ല. ഒന്നും അറിയില്ല കാര്യമാണ്. ചുണ്ടിലൊക്കെ നാരങ്ങ തന്നെ അതിൻ്റെ കൊഴുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. എന്താ ടൂത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചതാണ്. നമുക്ക് സമയത്തിലേക്ക് ഒപ്പിച്ചിട്ട് ഇങ്ങനെ പഠിക്കാം. അപ്പോൾ ഗായ്സ് ഇതിൻ്റെ പേരാണ് നമുക്കവിടെ കണ്ടോ? ഇല്ല ഇത് പൊട്ടറ്റോ ചിപ്സ് ആണ്. ഇതിൽ മുളകുണ്ട്, ഞങ്ങൾക്കറിയാം. പൊട്ടറ്റോ ഉണ്ട്. ഒന്ന് ടേസ്റ്റ് ചോദിക്കാം. മഞ്ച് ഏതായാലും എനിക്ക് പൊട്ടിക്കാൻ അതാണ് അതിൻ്റെ ആയിട്ടുള്ള ഹൈലൈറ്റ്. ഞാനതിന് കുറിച്ചപ്പോൾ തിന്നിട്ടുണ്ടാവും. എനിക്കിങ്ങനെ ഇതൊക്കെ പൊട്ടുമ്പോൾ മാങ്ങാക്കാൻ പറ്റില്ല. അതൊക്കെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ടോ? ഇതിൽ അത്രയും ഉള്ളൂ. നോക്ക് നിറയെ ഉണ്ട്. ഇഷ്ടപ്പെട്ടു. നോക്ക്
നോ. യെസ്. നമ്മൾ നോ പറയണ്ടടുത്ത് നോ പറയാം. ക്ലാസ് എന്നിട്ട് അതെ എന്ത് പൊട്ടിട്ട് ചിപ്സ്. അവർക്കറിയില്ല പൊട്ടറ്റോ ചിപ്സാണ്. കുഴപ്പമില്ല. ഒബിസ്റ്റിയാ. ജലദോഷം ഉണ്ടെന്ന് കണ്ടിട്ട് മരിക്കും. മദ്യാടക്ക് തിന്നത്. ഗൈസ് നമുക്ക് അടുത്ത ചാലഞ്ചിലേക്ക് പോവാം. നോ നോക്കും നോക്കില്ല. ഇത് ശരിയല്ലട്ടാ. ഞാൻ മഞ്ചരിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ കാക്കിയ ഓ വേണോ വേണോ വേണമെന്ന് വെച്ചാൽ നിങ്ങൾ ആണെന്ന് ഞാൻ കൊടുക്കായിരുന്നു. നിങ്ങൾ വേണമെന്ന് ചോദിക്കും. ഇത്രയ്ക്കുള്ളൂ ബന്ധം. സങ്കടമൊന്നുമില്ല. എന്നാലും ചെറിയ സങ്കടം മതി. നോ. ആ ഇതിലുള്ള തിന്നട്ടെ. കണ്ട കണ്ടില്ല. നമുക്ക് അടുത്ത് വയ്ക്കാം. പോകാം. എനിക്കത്ര സുഖമൊന്നുമില്ല പോവാൻ. വെറും 3 മാത്രം. അതും എന്തൊക്കെയാ ഉള്ളത്? ഓരോ ഐസ്ക്രീമുണ്ട്, ഐസ്ക്രീമുണ്ട്. എന്തൊക്കെയോ ഉള്ളത് വെളിപ്പെടുത്തുന്നത്. എനിക്കിതിപ്പോ ഞാനല്ലേ പുറത്ത്. ഓ അവിടെ ഒന്നുകൂടി കുളിക്കാൻ. എനിക്കിപ്പോൾ ആ എരിവന്ന അത്യാവശ്യം പോയി. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് നന്നായി. വെജ് ബിരിയാണി. നമുക്ക് ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. മറ്റേ വായന്ന് വെള്ളം എടുക്കുന്ന ഒരു ഇമോജി. അത് പ്രത്യേകം പറഞ്ഞു തരികയാണ്. കാരണം അതായിരിക്കും കുളിക്കാൻ മനസ്സിലാവില്ല. അതുകൊണ്ട് ഇവിടെ വരച്ചതുകൊണ്ട് ആയത് മാത്രം. എപ്പോഴും ജ്യൂസിന് മുഴുതിരി വരച്ചവളാണ് ഇവിടെ. ഇവിടുത്തെ വയറ്റിൽ കഴിവൊന്നുമില്ല. എനിക്കറിയാം. എടുക്ക്. ഓ മൈ ഗോഡ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. പക്ഷെ ഇതിൻ്റെ കവർ കണ്ടിട്ട് കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ പൂളിൻ്റെ ചിത്രവും നമ്മൾ സാധാരണ വെജ് ബിരിയാണി മേടിക്കില്ല. അതിൻ്റെ ഒരു ഇതല്ല. അതല്ല ഇത്. ഇത് ആ കടയിൽ പോയിട്ട് ആത്മഹത്യ വാങ്ങിച്ചതാണ്. അല്ല ഞാനൊന്നുമില്ല. അത് വേണം, ഇത് വേണം, ഇതെടുക്കാം ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഓറഞ്ച് ബിരിയാണി പൊട്ടിക്കാനും അറിയില്ല. ഞാൻ പൊട്ടിച്ചു വേണ്ട. നിനക്ക് ഞാൻ ഇപ്പോൾ വെറുത്തത്. നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാം. ഇതൊക്കെ എനിക്ക് അതായത് വേറെ ഉണ്ട്. പക്ഷെ അത് മണമുണ്ട്. അത് വെജിറ്റബിളിൻ്റെ വേണം. ഒന്നുമില്ല, ബിരിയാണി വേണം. ഒന്നുമല്ല, വെജിറ്റബിൾ ബിരിയാണി വേണം. ബിരിയാണി ആണ്. എനിക്ക് ബിരിയാണി ആണെന്ന് തോന്നുന്നില്ല. താങ്കൾ ബിരിയാണി കഴിക്കുന്നില്ല. പിന്നെ ബിരിയാണി കിട്ടാത്ത കുട്ടിയുടെ കൈ. ടേസ്റ്റ് ഉണ്ടോ? ആ ടേസ്റ്റ് എങ്ങനെ ഒന്ന് വിവരിച്ച് കൊടുക്കും. അത്ര ടേസ്റ്റ് ഒന്നുമില്ല. എന്നാലും ഇവിടെ ഈ പൊട്ടറ്റോ ചിപ്സിൻ്റെ ഞാൻ ഇഷ്ടപ്പെടില്ല. പിന്നെ നമ്മൾ പറയേണ്ട വന്നിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഇന്ന് ഞാൻ ആദ്യം കഴിക്കും. എല്ലാവരും കണ്ട കഴിച്ചോ. ഞാൻ അപ്പോഴേ കഴിക്കണം. ഇത് ഇഷ്ടപ്പെടാത്തോണ്ട് അവർ കഴിച്ചത് കഴിച്ചു. മഞ്ഞക്കാണ് ഞാൻ. അതെ 2 ഗെയിമും. വാവ്, ഐസ്ക്രീമാണ്. നീ എടുക്കണ്ടേ? നോക്കണ്ട. നോക്കി ഇല്ല, പേപ്പറിൽ കാണാം. പിന്നെ നോക്കി. ഇവിടെ കൊണ്ട് ശല്യം. നോക്കണ്ടേ? ഞാൻ നോക്കിയിട്ട് എടുക്കുള്ളൂ. ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ, സത്യം നോക്കുന്നത്. ഇത് കാണുന്നും കൂടി ഇല്ല. ഇങ്ങനെയാണ് വെച്ചത്. എങ്ങനെ കാണാൻ? ഇതെനിക്കും. അപ്പൊ അതെനിക്കും. ഐസ്ക്രീമാണ് അവിടെ വെക്കേ. അതെനിക്കും. അതെന്നെ മുടിക്കും. ഞാൻ പോലും ഐസ്ക്രീമിൽ ഒരു കോഴി കിട്ടിയിട്ടുണ്ടെന്ന് എടുത്തില്ല. കഴിഞ്ഞ് അവൾ കോലില്ലാണ്ട് കഴിക്കുന്നത് എങ്ങനെയാ നമുക്ക് നോക്കാം. ഗൈസ്, കോലല്ല, സ്പൂണ്. അരുൺ ഐസ്ക്രീം. അരുൺ ഐസ്ക്രീം അതങ്ങനെയല്ല. ഞാൻ നോക്കി കാണിച്ചു തരാം. അത് വെള്ളമായി. ആ ഫ്രിഡ്ജ് വെക്കുന്നതിന് കുഴപ്പം. ഐസ്ക്രീമിന്റെ ഫ്ലേവർ പറഞ്ഞായിരുന്നു. ഐസ്ക്രീമിന്റെ ഫ്ലേവർ പറഞ്ഞായിരുന്നു. ഒന്നുമില്ല. പക്ഷെ ഇതില് സാധാ ഐസ്ക്രീം അല്ല. അതിനാലും ഇങ്ങനെയല്ല. എന്തൊരു ഇത് ഐസ്ക്രീം അല്ലേ ഗൈസ്, വേറെന്താ സംഭവം? ഗൈസ്, ഇതിന്റെ അടിയിലൊക്കെ വെള്ളം ഒടിയുന്നു. നോക്ക് ഗൈസ്, ഇതിന്റെ അടിയിലൊക്കെ വെള്ളം ഒടിയുന്നു. പോയി വെള്ളം അടിക്കാൻ നമുക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മാറ്റി ചെയ്യണം ഗൈസ്.
ഇഷ്ടപ്പെട്ടില്ലല്ലോ, സത്യസന്ധമായിട്ട് പറയാം. എനിക്ക് ഇന്നത്തെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എന്താ നല്ലതാ, ഞാൻ ഒന്നും തന്നെ എടുക്കാം. എടുക്കലില്ല, ഈ എടുക്കല് ലാസ്റ്റ് എടുക്കട്ടെ. ഒന്നും കണ്ടില്ല. അതൊക്കെ എന്നെ അത്രയ്ക്കും വിശ്വാസമില്ല ഗൈസ്. എന്നാലും നീ അങ്ങനെ പറയണ്ടായിരുന്നടാ. മതിയാ, മതി എന്നൊക്കെയാണ് പറയുന്നത് ഗൈസ്. അതെടുത്താലോ? ഇത് പറ്റില്ല. ഞാൻ നോക്കി. ഞാൻ എടുക്കില്ല. നിശബ്ദമായിരിക്കും അവന്. ശരി ഒന്നുമില്ലേ, അതിനായിട്ട് ഞാൻ എടുക്കാതെ ഞാൻ വലിയ എനിക്കൊന്ന് ഇല്ലേ എന്നെ തുറന്നു വെച്ചല്ലേ ചോക്ലേറ്റില്ലേ ഞാൻ നിൽക്ക്. ഇതൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ. ഇത് രണ്ടും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യും. തിന്നാൻ സമ്മതിക്കുള്ള കഴിച്ചു. ഇതിന് ശബ്ദമാണ്, ഇതിന് ജലദോഷം. എന്റെ ജലദോഷം വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ക്ലിക്ക് ക്ലിക്ക്. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.